എന്തുകൊണ്ടാണ് കേരള സർക്കാർ സ്കൂളുകളേക്കാൾ കൂടുതൽ മുൻഗണന കേരളത്തിലെ ജയിലുകൾക്ക് നൽകുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സിനിമാ നടനായ കുഞ്ചാക്കോ ബോബൻ നമ്മുടെ ജയിലുകളിൽ കൊടുക്കുന്ന ഭക്ഷണം അത് കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുകൂടെ എന്നൊന്ന് ചോദിച്ചു പോയത്. ആ ചോദിച്ചതിന് സൈബർ സഹാക്കളെല്ലാം കൂടി ആ പാവത്തിനെ പൊങ്കാലക്കിട്ടു. ഇപ്പോൾ കേരളത്തിലെ ജയിലുകളിൽ എന്തൊക്കെയാണ് സർക്കാർ നമ്മുടെ നികുതി പണം കൊണ്ട് കൊലപ്പുള്ളികൾക്ക്, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലയാളികൾക്കും കൂട്ടിക്കൊടുപ്പുകാർക്കും ഗുണ്ടകൾക്കും പിടിച്ചുപറിക്കാർക്കും കൊടുക്കുന്നത് ഒന്ന് കണ്ടു നോക്ക്. നമ്മുടെ നികുതി പണം ഇങ്ങനെ ഈ ക്രിമിനൽസിനെ ദൂർത്തടിക്കുവാനുള്ളതാണോ സർക്കാരെ? പാവപ്പെട്ട സ്കൂളിലെ കുട്ടികൾക്കൂടെ കൊടുത്തുകൂടി നിങ്ങൾക്ക് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. എന്തൊക്കെയാണ് നമ്മുടെ ജയിലുകളിലെ ഭക്ഷണ രീതി? 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുമോ ഇത്രയും നല്ല സൗകര്യം? തടവുകാരുടെ അധ്വാനം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഹൈടെക് അടുക്കള നിർമ്മിച്ചത്. 1.5 കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത്. 50 കിലോ പച്ചക്കറികൾ അരിയാൻ പോലും ചുരുങ്ങിയ സമയം മതി. ചോറുണ്ടാക്കാനും പാത്രങ്ങൾ കഴുകാനും വെവ്വേറെ സംവിധാനങ്ങൾ. പാത്രങ്ങൾ കഴുകിയ വെള്ളം ശുചീകരിച്ച് വീണ്ടും ഉപയോഗിക്കാൻ ജലശുദ്ധീകരണ പ്ലാന്റ്. പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങൾ വിവിധ ബ്ലോക്കുകളിൽ എത്തിക്കാൻ ബാറ്ററി കാറും സജ്ജമാണ്. പണ്ട് പറയുന്നത് പോലെ ഗോതമ്പുണ്ടിയും പിന്നെ ഈ ഭക്ഷണം തൂക്കി കൊണ്ടുപോകുന്നതാണ് ജയിലിന്റെ ഒരു ടാഗ് ലൈനായിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. ജയിൽ പഴയ ജയിലല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും ആധുനികവൽക്കരണം കൊണ്ടുവരുന്നു. അത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് കൂടുതൽ ശ്രദ്ധയുണ്ട്. തടവുകാരുടെ വസ്ത്രങ്ങളും പുതുപ്പുകളും കഴുകാൻ ആധുനിക രീതിയിലുള്ള മെഷീനും സജ്ജമാണ്. പുറമേ നിന്നുള്ള വസ്ത്രങ്ങൾ അലക്കിത്തേച്ച് തിരിച്ചു നൽകാനുള്ള ഓർഡറുകളും അധികം വൈകാതെ ജയിലിൽ ഏർപ്പെടുത്തും. സെല്ലുകൾക്ക് മുന്നിൽ നല്ല മുന്തിരി കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. കീടനാശിനിയില്ലാത്ത മുന്തിരികളും കിട്ടും തടവുകാർക്ക്. സെൻട്രൽ ജയിലിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കൂടി പുതുക്കിപ്പണിതാൽ കെട്ടിലും മട്ടിലും നക്ഷത്ര ഹോട്ടലാകും ജയിൽ. ചെള്ളുകലർന്ന അരിയും പഴകിയ പച്ചക്കറികളും ഉപയോഗിച്ചാണ് പല സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത്. പാചകപ്പുരയിൽ ശുചിത്വമേ ഇല്ലാത്ത അവസ്ഥ. വാട്ടർ ടാങ്കിൽ മരം കിളിർത്തിട്ടും ആരും കണ്ടില്ല. പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിൽ കുറവ്. ഇവിടെ 1400ഓളം ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന 2 ടോയ്ലറ്റുകളുടെ അവസ്ഥ ഇങ്ങനെ. മറ്റു 2 ഉപയോഗശൂന്യമായി പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെയുള്ള കണ്ടില്ലേ, ഇതാണ് കേരളത്തിലെ സ്കൂളുകളുടെ അവസ്ഥ. ലജ്ജാകരം സർക്കാരെ, ലജ്ജാകരം. വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ വാർത്തെടുക്കുന്നത് അവരെ? കഷ്ടം സർക്കാരെ, കഷ്ടം. അല്ലാതെ എന്തു പറയാൻ?